പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുനാഥ, നിന്റെ അമ്മ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചത് അതേ വചനം വായിക്കുമ്പോൾ അത് കേൾക്കുന്ന ഓരോ മകനെയും മകളെയും അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിച്ചുകൊണ്ട്, ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശുനാഥൻ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആവേ മരിയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവചനമാണ് ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. ജീവന്റെ വചനം. വചനം കേൾക്കും തോറും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും. വചനം കേൾക്കും തോറും നമ്മെ വഴി നടത്തും. തിന്മയുടെ ശക്തികൾ, അന്ധകാര ശക്തികൾ, പൈശാചിക്തികളെല്ലാം വചനത്തിൻ്റെ ശക്തിയാൽ നീങ്ങിപ്പോകും. അതാണ് ദൈവമായ കർത്താവിൻ്റെ ജീവന്റെ വചനം. ഹല്ലേലൂയ. യേശുവേ നന്ദി. വചനം ശ്രവിക്കാം. സാവോൾ അപ്പോഴും കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. സാവോൾ എന്ന് പറയുന്ന ഒരു ശക്തനായവൻ, അവൻ ക്രിസ്ത്യാനികളെ എവിടെ കണ്ടാലും അവൻ ഉപദ്രവിക്കും. അവൻ്റെ സ്വഭാവമാണത്. അങ്ങനെ ഇവിടെ പറയാണ്, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ അവൻ വധഭീഷണി നടത്തിക്കൊണ്ടിരുന്നു. അവൻ പേടിപ്പിക്കുമായിരുന്നു, നിങ്ങളെ കൊന്നുകളയും, അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും. അപ്പോൾ ശിഷ്യന്മാരും അല്പം ഇവനെ ഭയന്നാണ് നടക്കുന്നത്. കാരണം അവൻ ഇച്ചിരി വില്ലനാണെന്ന് കൂട്ടിക്കൊള്ളും. ഹല്ലേലൂയ. അവൻ അടുത്ത വചനം 2-ാം വാക്യം. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തു മാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധസ്ഥരാക്കും. ആരെ കണ്ടാലും, ക്രിസ്ത്യാനികളായിട്ട് സ്ത്രീ പുരുഷൻ കുട്ടികൾ മുതിർന്നവർ ആരെ കണ്ടാലും അവൻ ബന്ധിക്കും. അവൻ്റെ ഒരു സ്വഭാവം, പ്രത്യേക സ്വഭാവമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ജെറുസലേമിലേക്ക് കൊണ്ടുവരുവാൻ ദമാസ്കിലേക്ക് സിനഗോഗുകളിലുള്ള അധികാരപത്രം ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവൻ പോവുകയാണ് ദമാസ്ക് വഴി സിനഗോഗയിൽ അധികാരപത്രവുമായിട്ട് പോവുകയാണ്. ക്രിസ്ത്യാനികളെ ബന്ധിക്കാനും അവരെ ഇവൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാനൊക്കെ വേണ്ടി ഒരു അധികാരപത്രത്തിന് വേണ്ടി ഇവൻ സിനഗോഗയിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. അവൻ യാത്ര ചെയ്തു ദമാസ്കിന് സമീപിച്ചപ്പോൾ, അവൻ കുതിരപ്പുറത്താണ് പോണത്. ദമാസ്കിലേക്ക് അധികാരപത്രവുമായിട്ട് ക്രിസ്ത്യാനികളെ വേട്ടയാടാനും അവരെ ബന്ധിക്കാനും അവൻ്റെ കീഴിൽ നിർത്താനൊക്കെ അവൻ പോയാണ്. ക്രിസ്ത്യാനികളെ അവനെ കണ്ടുകൂടാ, ദേഷ്യമാണ് അവന്. ആരെ കണ്ടാലും അവൻ ബന്ധസ്ഥരാക്കും. ഹല്ലേലൂയ. അങ്ങനെ അവൻ കുതിരപ്പുറത്ത് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആകാശത്തിൽ നിന്നും ഒരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു. അപ്പോൾ യേശുനാഥൻ്റെ ശിഷ്യന്മാരെ ഭയപ്പെടുത്തുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരാൾ കാണുകയും അറിയുകയും ചെയ്തിരുന്നു. അതാരാണ്? റബ്ബി, ഗുരു, നമ്മുടെ നസറനായ യേശു. അവൻ അത് കാണുന്നുണ്ട്, അവൻ അത് അറിയുന്നുണ്ട്. ഹല്ലേലൂയ. പെട്ടെന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്, പെട്ടെന്ന് ആകാശത്തിൽ നിന്നും ഒരു മിന്നൊളി അവൻ്റെ മേൽ പതിച്ചു.
അവൻ നിലം പതിച്ചു. ഇടിമിന്നലേറ്റതുപോലെ. ഏത് ഒരു വെടിക്കെട്ട് അല്ലെ, എന്താ പറയണ, അമിട്ട് പൊട്ടണ പോലെ ടപ്പെന്ന് അവൻ്റെ കുതിരപ്പുറത്തിരിക്കണവൻ്റെ മേത്തേക്ക് വന്ന് ഇടിമിന്നൽ പോലെ അങ്ങോട്ട് പതിച്ചു. ഉടനെ അവൻ തെറിച്ച് താഴെ വീണു. അതാണ് നമ്മുടെ ദൈവമായ കർത്താവ്. കർത്താവിൻ്റെ മക്കളെ തൊട്ട് കളിച്ചാൽ കർത്താവ് അവന് പണി കൊടുക്കും. അത് ഇന്നുമുണ്ട്, അന്നുമുണ്ട്. അതാണ് പുറപ്പാട് 14:14. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാം. കർത്താവിൻ്റെ വാക്കാണ്. നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ഞാൻ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതായി അവൻ കേട്ടു. നിലം പതിച്ചു. നിലം പതിച്ച ഉടനെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുതിരപ്പുറത്തുനിന്ന് തട്ടി താഴെ വീണു. താഴെ വീണ ഉടനെ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച കൊണ്ട് പോയി. കർത്താവ് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച എടുത്തുകൊണ്ട് കളഞ്ഞു. നമ്മൾ ഒരു കാരണവശാലും കർത്താവിൻ്റെ അഭിഷക്തരെയോ കർത്താവിൻ്റെ വേണ്ടി ജോലി ചെയ്യുന്ന ഒരു മക്കളെയും വേദനിപ്പിക്കുന്നു. അവന് എന്ത് വേണമെങ്കിലും ചെയ്യാം കർത്താവിന്. ഇവിടെ ഇവൻ്റെ കണ്ണിൻ്റെ കാഴ്ച കളഞ്ഞു. വേണ്ടി വന്നാൽ അവൻ്റെ സംസാര ശക്തിയും നഷ്ടപ്പെടുത്താം. എന്ത് വേണമെങ്കിലും നമ്മുടെ കർത്താവിന് സാധിക്കും. കാരണം അവൻ്റെ ജീവശ്വാസമാണ് നമ്മൾ ശ്വസിക്കുന്നത്. അവൻ്റെ കണ്ണുകളാണ് നമ്മൾ കാണുന്നത്. അവൻ്റെ അധരങ്ങളാണ് നമ്മുടെ അധരങ്ങളിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ വിശുദ്ധി ഉണ്ടായിരിക്കണം. കർത്താവിനെതിരെ ഒരാളും യുദ്ധം ചെയ്യാൻ പാടില്ല. ചെയ്താൽ കർത്താവ് ഇടപെടും. കരഞ്ഞാൽ അപ്പോൾ തന്നെ ഇടപെടും. ഒരു വ്യക്തി കർത്താവിന് ജോലി ചെയ്തിട്ട് അവനെ ഉപദ്രവിക്കാൻ വേറൊരു വ്യക്തി ക്രിസ്ത്യാനി തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ തട്ടി താഴിടും കർത്താവ്. അതും അവൻ കരഞ്ഞുകൊണ്ട് എങ്ങാനും കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ആ നിമിഷം കർത്താവ് ഇടപെടും. പണ്ടത്തെ പോലെയല്ല, അപ്പോഴപ്പോൾ തന്നെ ഇടും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ ഒരഭിഷിക്തനെയും പ്രവാചകനെയും തൊടുക പോലും ചെയ്യാൻ പാടില്ല. ജീവശ്വാസം ഊതി തന്നവൻ, കണ്ണിന് കാഴ്ച തന്നവൻ, കാതുകൾക്ക് കേൾവി തന്നവൻ, അധരങ്ങളിലൂടെ സംസാര ശക്തി തന്നവൻ തിരിച്ചെടുക്കും. നോക്കിയില്ലെങ്കിൽ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു. സാവൂൾ സാവൂൾ. 2 പ്രാവശ്യമാണ് യേശുനാഥൻ വിളിക്കുന്നത്. ഒരു വ്യക്തിയെ 2 പ്രാവശ്യം വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വലുതാണ്. ഒരു പ്രാവശ്യം വിളിക്കാം, സാവൂൾ 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 എന്ന് 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് ഇടപെട്ടിരിക്കും. മാർത്ത മാർത്ത, യേശു വിളിക്കുന്നുണ്ട് ലാസറിൻ്റെ ഭവനത്തിൽ. നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? മാർത്ത മാർത്ത, സാവൂൾ സാവൂൾ, നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു? യേശു ചോദിക്കുന്നുണ്ട. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. കർത്താവിൻ്റെ വചന പ്രഘോഷകൻ, കർത്താവിൻ്റെ ബലിയർപ്പണത്തോട് ചേർന്ന് നിൽക്കുന്നവൻ, കർത്താവിൻ്റെ അമ്മയോട് ജമാല ചൊല്ലി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ അപമാനിക്കുകയോ കുറ്റം പറയുകയോ ചെയ്താൽ അത് അവളെയോ അവനെയോ അല്ല ചെയ്യുന്നത്, കർത്താവിനെയും കർത്താവിൻ്റെ അമ്മയെയാണ് നിങ്ങൾ പീഡിപ്പിക്കുന്നത്. അത് കർത്താവ് ചോദിക്കും. പുത്രൻ്റെ അമ്മയെ നമ്മൾ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പുത്രൻ ചോദിക്കും. പുത്രൻ നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാവും. എന്താണെന്നോ? ആ അമ്മ 9 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് വഴിയിൽ പ്രസവിച്ച് കാലിത്തൊഴുത്തിൽ കിടത്തിയതാണ് ഉണ്ണി യേശുനാഥനെ, ഈ യേശുനാഥനെ. അവിടെയും കൊണ്ടും തീർന്നില്ല. ഭവനത്തിൽ വന്നപ്പോൾ ആട്ടിടയന്മാർ വന്ന് കുന്തിരിക്കവും സുഗന്ധങ്ങളൊക്കെ കൊണ്ടുപോവുകയും കാണുകയും സന്തോഷിക്കുകയും വണങ്ങുകയൊക്കെ ചെയ്തു. പക്ഷേ ഹേറോദോസ് കൊല്ലാൻ ആളഴിക്കാൻ തുടങ്ങി.
അപ്പോൾ പ്രസവിച്ച കുഞ്ഞു കൊച്ചിനെയും കൊണ്ട് ഈ പരിശുദ്ധ അമ്മ ഇസ്രായേൽ ദേശത്തു നിന്നും ഈജിപ്തിലേക്ക് 80 കിലോമീറ്റർ ദൂരെ മരുഭൂമിയിലൂടെ നടന്നുപോയി. യൗസേപ്പും മറിയവും ഈ ഈശോയെ എടുത്തിട്ട് ആ ഉണ്ണി യേശുനാഥൻ ഈ അമ്മയെ സ്നേഹിക്കില്ലേ? ഈ അമ്മയുടെ വാക്ക് ശ്രവിക്കില്ലേ? പിന്നെ എന്തിനാണ് അമ്മ അല്ലെന്ന് പറയണത്? മുട്ടത്തോടെന്ന് പറയുന്ന ഒരു കൂട്ടം മനുഷ്യർ തെറ്റല്ലേ ചെയ്യണത്? ആരാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ ഗ്രൂപ്പിൽ ഞാൻ വിടുന്ന ഇതിനകത്ത് അവരുണ്ട്. നിങ്ങൾ സ്വയം ചിന്തിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ അമ്മയില്ലാത്ത ജീവിതം എന്ത് ജീവിതമായിരിക്കും? ഒന്നാലോചിച്ച് നോക്കിയേ. അമ്മയില്ലാണ്ട് മക്കളുണ്ടാവുമോ? അപ്പോൾ ആ അമ്മേനെ ബഹുമാനിക്കണ്ടേ? മുട്ടത്തോടെന്ന് പറയാവോ? ഒരിക്കലും പാടില്ല. അത് തെറ്റല്ല. ഇത് വളരെയധികം തെറ്റാണ്. എനിക്കറിയാം അങ്ങനെ പറയുന്ന കുടുംബങ്ങളെ. ആ കുടുംബം കൊണ്ടല്ല, നരകത്തിന് തുല്യമാണ് ആ മക്കളെയൊക്കെ. അവരുടെ പ്രാർത്ഥനാലയങ്ങളൊക്കെ വളരെ സന്തോഷവും അത്ഭുതങ്ങളൊക്കെ പുത്രൻ ചെയ്യും. കാരണം അവന് ഒരാളോടും വ്യക്തിവൈരാഗ്യമില്ല. പക്ഷെ അമ്മയില്ലാത്ത കുടുംബം പുകയാത്ത അടുപ്പ് പോലെയായിരിക്കും. കത്താത്ത അടുപ്പ് പുകഞ്ഞുകൊണ്ടേയിരിക്കും. പുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാനെന്ന് യേശുനാഥൻ പറയും. 5-ാം വാക്യം. അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? സാവോൾ താഴെ കിടന്നുകൊണ്ട് ചോദിക്കുകയാണ്. കണ്ണ് കാണാൻ പാടില്ല അവന്. അത് കുറച്ച് കഴിയുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. അവൻ തപ്പിത്തടയാണ് ഭൂമിയിൽ. അവൻ ചോദിക്കുകയാണ്, കർത്താവേ, അങ്ങ് ആരാണ്? അവൻ വിചാരിച്ചില്ല ഇത്രയും വലിയൊരു അടി എനിക്ക് കിട്ടുമെന്ന് സാവോൾ. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്ന് യേശുവിൻ്റെ സ്വരം അവൻ കേൾക്കുകയാണ്. യേശുവിനെ അവൻ കാണുന്നില്ല, ഒരു സ്വരം കേൾക്കുകയാണ് അവൻ. അപ്പം അവൻ്റെ കൂടെ വേറെയും ആൾക്കാരുണ്ട്, അവരും ഇത് കേൾക്കുന്നുണ്ട്. അടുത്ത് പറയാണ് യേശുനാഥൻ, എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. അവിടെ ചെല്ലുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പറയും എന്താണെന്ന്. യേശു അവനൊരു വാണിംഗ് കൊടുക്കുകയാണ്. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം. നീ എഴുന്നേറ്റ്. എൻ്റെ മക്കളെ തൊട്ട് കളിക്കാൻ നീ ആര് എന്നൊക്കെ കർത്താവ് ചോദിക്കുന്നുണ്ടാവും മനസ്സിൽ. ഹല്ലേലൂയ. തൊട്ടുപോകരുതെന്നൊക്കെ യേശുനാഥൻ പറഞ്ഞിട്ടായിരിക്കും അവനെ തട്ടി കുതിരപ്പുറത്ത് താഴെ ഇട്ടത്. ഹല്ലേലൂയ. അതാണ് യേശു പറയണത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ അറിയിക്കും. അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണാൻ കഴിഞ്ഞില്ല. ഈ സ്വരമെല്ലാം അവൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരും ഇത് കേട്ടു. പക്ഷെ ആരാണെന്ന് സാവോളിനും കാണാൻ പറ്റിയില്ല, അവൻ്റെ കൂടെ യാത്ര ചെയ്തവർക്കും കാണാൻ പറ്റിയില്ല. ആരെയും കാണാതെ ആകിയാൽ ബന്ധുസ്രായി സ്തംഭിച്ച് നിന്നുപോയി. അന്തം വിട്ട് നിന്നുപോയി ഇവർ. ഇതെന്താണ്? ഒരു സ്വരം മാത്രമല്ല കേൾക്കുന്നുള്ളൂ, ആരെയും കാണുന്നില്ല. ഒരു മരുഭൂമിയാണല്ലോ. ഒരു മരത്തിൻ്റെ കീഴിലായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും നോക്കും. 4 സൈഡ് ഇവർ നോക്കുമ്പോൾ ഒരാളെയും കാണുന്ന പോലുമില്ല. സ്വരം കേൾക്കാം. ഇതുപോലെ ഇത്രയും സംസാരിച്ചിട്ടുണ്ട് കർത്താവ്. സാവോൾ സാവോൾ, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാനെന്നൊക്കെ പറയണത് അവൻ്റെ കൂടെയുള്ളവരും അവനും കേൾക്കുകയും. ഹല്ലേലൂയ. അവർ സ്തംഭിച്ച് നിന്നുപോയി. അവിടെ നിന്നുപോയി, മരം പോലെയായി. ഹല്ലേലൂയ. സാവോൽ നിലത്ത് നിന്നും എഴുന്നേറ്റ്. അപ്പോൾ സാവോൾ പതുക്കെ നിലത്ത് നിന്നും എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. കണ്ണുകൾ
തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. അവൻ്റെ കണ്ണ് തുറന്നിരിക്കെ, പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല. ഇരുട്ടായിപ്പോയി കണ്ണിന്. എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും? സ്വരം മാത്രം കേൾക്കാം. കണ്ണ് അവൻ്റെ പീസായിപ്പോയി. ചെവി കേൾക്കാം, സംസാരിക്കാം. രണ്ടെണ്ണം കർത്താവ് എടുത്തു കളഞ്ഞു. ഇനി ആര് വനം? കർത്താവ് തന്നെ വന്നു. എന്നാലേ നിന്റെ അവൻ്റെ കണ്ണ് തുറക്കുള്ളൂ. കണ്ണ് അവൻ അടച്ചു കളഞ്ഞു. നീ ഒന്നും കാണില്ല. ഇനിയിപ്പോൾ നീ എന്ത് ചെയ്യാൻ? ഇനി നീ ക്രിസ്ത്യാനികളെ വല്ലതും ചെയ്യാൻ പറ്റുക? ഇനി നിനക്കുള്ളത് 2 കാലും 2 കൈയും 2 കേൾവിച്ചെവി, പിന്നെ നീ സംസാരിക്കണം രാത്രങ്ങൾ. അതും വേണ്ടി വന്നാൽ കർത്താവ് എടുത്തു കളഞ്ഞു. അവൻ ഭയന്ന് വിറച്ചു, നിലം പതിച്ച് എഴുന്നേറ്റ് നിന്നപ്പോൾ കണ്ണിൻ്റെ കാഴ്ചയും പോയി. ഹല്ലേലൂയ. തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കിലേക്ക് കൊണ്ടുപോയി. കൈക്ക് പിടിച്ച് അന്ധനെ പോലെ ഇവരെ കൊണ്ടുപോയി. കുതിരപ്പുറത്ത് പോയവൻ നടന്ന് കണ്ണ് കാണാത്തവനെ പോലെ, പൊട്ടൻ കണ്ണനെ പോലെ പോകേണ്ടി വന്നു. അതാണ് കർത്താവിൻ്റെ ആൾക്കാരെ തൊട്ട് കഴിച്ചാലുള്ള കുഴപ്പം. ഹല്ലേലൂയ. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. ഒരു വാണിംഗ് കൊടുത്തേക്കാണ് കർത്താവ്. 3 ദിവസം പൂർണ്ണമായി അവന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. കണ്ണ് തുറന്നിരിപ്പുണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല, ഇരുട്ടായിപ്പോയി. നോക്കിയേ കർത്താവിൻ്റെ പ്രവൃത്തി കണ്ട. 3 ദിവസമാണ് അവൻ്റെ കണ്ണ് ശരിക്കും തുറന്ന്. ആര് കണ്ടാലും പറയില്ല ഒരു പൊട്ടക്കണ്ണനാണെന്ന്. മുഖത്ത് നോക്കി സംസാരിക്കുമ്പോഴും പറയില്ല. പക്ഷേ ഇരുട്ടത്താണ് അവൻ സംസാരിക്കുന്നത്. കണ്ണ് തുറന്നിരിപ്പുണ്ട്, കാഴ്ചയില്ല. കാഴ്ച യേശുനാഥൻ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവന് ഒന്നും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തില്ല. ഉടനെ അവനങ്ങോട്ട് ഉപവസിക്കാൻ തുടങ്ങി. ഭക്ഷണമൊക്കെ അവന് വേണ്ട, വെള്ളവും കുടിക്കണില്ല. അവനൊരിക്കലും വിചാരിച്ചില്ല നമ്മുടെ ദൈവമായ കർത്താവ് ഇത്ര വലിയ ശക്തനായ ദൈവമാണെന്ന് അവൻ അറിഞ്ഞില്ല. അറിഞ്ഞപ്പോൾ എന്തു പറ്റി? അവൻ ഭക്ഷണം ഉപേക്ഷിച്ചു, പാനീയങ്ങളും ഉപേക്ഷിച്ചു. വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അവൻ ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയും ചെയ്തില്ല. ഹല്ലേലൂയ. 10-ാം വാക്യം. അനാനിയസ് എന്ന പേരായ ഒരു ശിഷ്യൻ ദമാസ്കിൽ ഉണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു. ഒരു ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു. ഇതും അങ്ങനെയാണ്. കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തട്ടി താഴെ ഇട്ടിട്ട് സവോൾ സവോൾ എന്ന് വിളിക്കുമ്പോൾ അവൻ കേൾക്കണം. അതുപോലെ അനിയാനേസ് എന്ന് പറയുന്ന അവനെ വിളിച്ചു. അവൻ വിളി കേട്ടു, കർത്താവ് ഇതാ ഞാൻ, കർത്താവേ ഇതാ ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ജൃദുവീഥി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിന്റെ ഭവനത്തിൽ സാവോളിനെ അന്വേഷിക്കുക. യൂദാസ് എന്ന് പറയുന്നവൻ്റെ ഭവനത്തിൽ ചെന്നിട്ട് സാവോളിനെ അന്വേഷിക്കുക. അപ്പോൾ ഇവരവിടെ പോയി യൂദാസ് എന്ന് പറയുന്നവൻ്റെ ഭവനത്തിൽ താമസിക്കുകയാണ് മറ്റുള്ളവർ കൂടി. അവിടെ ചെന്നിട്ട് നീ അന്വേഷിക്കുക എന്ന് അനാനിയസിനോട് പറയുന്നു. ഹല്ലേലൂയ. അനാനിയസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തൻ്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവന് ഒരു ദർശനം ഉണ്ടായിരുന്നു. ആർക്ക്? സാവോളിന്. ഹല്ലേലൂയ. അവന് ഒരു ദർശനമുണ്ടായിരുന്നു. അനാനിയസ് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അനാനിയാസ് എന്ന് പറയുന്ന ശിഷ്യൻ കർത്താവിനോട് പറയണം. എന്താ പറയണമെന്ന് കണ്ടോ? ഹല്ലേലൂയ. വളരെ പേരെ ഇവൻ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും
ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധസ്ഥരാക്കാൻ അധികാര പുരോഹിത പ്രഭുക്കന്മാരിൽ നിന്നും അവൻ സമ്പാദിച്ചിരുന്നു. ക്രിസ്ത്യാനികളെ ആരെ കണ്ടാലും അവൻ ബന്ധിക്കും. അത് അവൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. അതൊക്കെ കേൾക്കണമെന്ന് അനാനിയസ് എന്ന് പറയുന്ന ശിഷ്യൻ കർത്താവിനോട് പറയുകയാണ്. ഇതല്ല 15-ാം വാക്യം. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതിയുടെ രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ മുമ്പിൽ ചെല്ലുക. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മുമ്പിൽ ചെല്ലുക. എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്നും അവനെ ഞാൻ കാണിച്ചു കൊടുക്കും. കർത്താവിനോട് അനാനിയാസ് എന്ന് പറയുന്ന ശിഷ്യൻ പറഞ്ഞപ്പോൾ കർത്താവ് അവനോട് പറയും, നീ പോവുക, അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം, ഞാൻ അവനെ വകവരുത്തിക്കൊള്ളാം, നീ പൊയ്ക്കൊള്ളുക. ഹല്ലേലൂയ. 17-ാം വാക്യം. അനാനിയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ചു. അവരുടെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു. അനാനിയാസ് എന്ന് പറയുന്ന ശിഷ്യൻ അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു, സഹോദരനായ സൗൽ, മാർഗമധ്യേ നിനക്ക് പ്രതീക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിന് എന്താ അവൻ പറയണം? എന്താണ്? സൗൽ, മാർഗമധ്യേ നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിന് നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. സാവൂളിനോട് ശിഷ്യൻ പറയുന്നു. ഹല്ലേലൂയ. ഉടൻ തന്നെ ചെതമ്പൽ പോലെ എന്തോ ഒന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്നും അടർന്നു വീഴുകയും കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേനും അവൻ്റെ 2 കണ്ണിൽ നിന്നും ചാളയുടെ പുറത്തിരിക്കുന്ന ചെതമ്പൽ പോലെ ഒരു സാധനം അടർന്ന് താഴെ വീഴും. ഹല്ലേലൂയ. യേശുവേ നന്ദി. അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. ആ ചെതമ്പൽ അങ്ങോട്ട് പോയപ്പോഴത്തേനും അവന് കാഴ്ച ലഭിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാണ് കാഴ്ച കളഞ്ഞത്? ദൈവമായ കർത്താവ് ദമാസ്കിലുള്ള യാത്രയിൽ സൗലിൻ്റെ കാഴ്ച കളഞ്ഞു. കാഴ്ച കൊടുക്കാൻ വേറൊരു മനുഷ്യനെ വിടയണം. ഒരു പ്രവാചകൻ, ശിഷ്യനാണ് കർത്താവിൻ്റെ. അവൻ പോയി കൈ വഹിച്ചപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും ചിതമ്പൽ പോലെ എന്തോ അടർന്ന് താഴെ വീണു. അവന് കാഴ്ച ലഭിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. കണ്ട, ഇതാണ് കർത്താവിൻ്റെ നേരെ ദുഷ്ടത പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അവനെ എടുത്തിട്ടടിക്കും. അത് കഴിയുമ്പോൾ തന്നെ പൂച്ച പോലെ കർത്താവിൻ്റെ മുമ്പിൽ വരും. വന്നേ മതിയാവും. കാരണം അവൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, നസറനായ യേശു. അവൻ ജീവിക്കണമെന്ന്. ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞിട്ട് മാസങ്ങളായില്ല. ഹല്ലേലൂയ. അവൻ്റെ വചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അനന്തരം അവൻ ഭക്ഷണം കഴിച്ചു. എന്താ, കാഴ്ച കിട്ടിയപ്പോൾ അവന് സന്തോഷമായി, ഭക്ഷണവും കഴിച്ചു. പക്ഷെ അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച് അവൻ ക്രിസ്ത്യാനിയായി. അങ്ങനെയുണ്ട്. ക്രിസ്തു മതം സ്വീകരിച്ചവരെയും സ്ത്രീ പുരുഷന്മാരെ കണ്ടാൽ അവൻ കൊന്നുകളയുമായിരുന്നു. ആ വ്യക്തി ജ്ഞാനസ്നാനം സ്വീകരിച്ച് അവൻ യേശുവിൻ്റെ മകനായി മാറി, ക്രിസ്ത്യാനിയായി മാറ്റി. അതാണ് നമ്മുടെ ദൈവമായ കർത്താവ്. ഹല്ലേലൂയ. അനന്തരം അവൻ ഭക്ഷണം കഴിച്ചു, ശക്തി പ്രാപിക്കുകയും ദമാസ്കിലെ ശിഷ്യന്മാരോടുകൂടെ കുറേ ദിവസം താമസിക്കുകയും ചെയ്തു. ശിഷ്യന്മാരുടെ കൂടെ അവൻ പോയി, യേശുവിൻ്റെ ശിഷ്യന്മാരെ. അവൻ പോയതെന്തിനാണ്? ദമാസ്കിലേക്ക്. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ വധഭീഷണി ഉയർത്തിയിരുന്നവൻ ഇപ്പം അവരുടെ കൂടെ പോയി താമസിക്കുകയാണ്. അവരുണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം,
അവർ കഴിക്കുന്നത് അവനും കഴിക്കുന്നു, അവർ തമ്മിൽ വലിയ കൂട്ടുകാരായി. ഇതാണ് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പ്രവൃത്തികൾ. യേശുവെ നന്ദി, യേശുവെ ആരാധന. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 1 മുതൽ 19 വരെയാണ് നമ്മളിപ്പോൾ കേട്ടത്. നാളെ 20 മുതലുള്ള വാക്യം നമുക്ക് കേൾക്കാൻ സാധിക്കും. യേശുവെ നന്ദി, യേശുവെ ആരാധന. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നമ്മളോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇടവന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആവേ മരിയ, ആവേ മരിയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പിതാവിന്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.